നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിലെ തന്റെ അരങ്ങേറ്റ സീസണായ ഈ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് സൂപ്പർ താരം ജൂഡ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആകെ 40 മത്സരങ്ങളാണ് ഈ സീസണിൽ താരം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 23 ഗോളുകളും 12 അസിസ്റ്റുകളും ഇദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. റയൽ മാഡ്രിഡിലെ ഈ സീസണിലെ കുതിപ്പിൽ നിർണായക പങ്ക് വഹിക്കാൻ ഈ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈയൊരു മിന്നും പ്രകടനത്തിന് പിറകിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് നിലവിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലാണ് ബെല്ലിംഗ്ഹാം ഉള്ളത്. പക്ഷെ റയൽ മാഡ്രിഡിൽ ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബെല്ലിംഗ്ഹാമിന് കൂടുതൽ ഫ്രീഡം ലഭിച്ചിരുന്നു. ഇരു വിങ്ങുകളിലായി വിനിയും റോഡ്രിഗോയും ഉണ്ടാകുമ്പോൾ സെന്ററിൽ ബെല്ലിംഗ്ഹാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ചുരുക്കത്തിൽ ഒരു സ്ട്രൈക്കറുടെ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഗോളുകളും അസിസ്റ്റുകളും ഒക്കെ അദ്ദേഹം നേടിയിട്ടുള്ളത്. പക്ഷെ അടുത്ത സീസണിൽ ഇതിൽ മാറ്റം വരും. എന്തെന്നാൽ കിലിയൻ എംബപ്പെ വരികയാണ്. എംബപ്പയ്ക്കൊപ്പം വിനിയെയും അതുപോലെ തന്നെ റോഡ്രിഗോയെയും ഒരുമിച്ച് കളിപ്പിക്കാൻ തന്നെയാണ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയുടെ പദ്ധതി. പകരം ബെല്ലിംഗ്ഹാം പിറകിലേക്ക് ഇറങ്ങി കളിക്കേണ്ടി വരും. അതായത് അദ്ദേഹത്തിന്റെ നാച്ചുറൽ പൊസിഷനായ സെൻട്രൽ മിഡ്ഫീൽഡർ റോളിലായിരിക്കും അദ്ദേഹം അടുത്ത സീസണിൽ കളിക്കുക. അതിനർത്ഥം ഈ സീസണിൽ ലഭിച്ചതുപോലെ ഗോളുകളോ അസിസ്റ്റുകളോ ലഭിക്കാനുള്ള സാധ്യത ഒരല്പം കുറവായിരിക്കും. പക്ഷെ അദ്ദേഹം മത്സരത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിൽ മാറ്റങ്ങൾ ഒന്നും ഉണ്ടാവില്ല. മധ്യനിരയിൽ അദ്ദേഹത്തിന് കൂടുതൽ ഫ്രീഡം ലഭിക്കും. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മികച്ച പ്രകടനം നടത്തും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എംബപ്പേയും എൻട്രിക്കും വരുന്നതോടുകൂടി റയൽ മാഡ്രിഡ് സൂപ്പർ താരങ്ങളാൽ സമ്പന്നമാകും. ഇവരെല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്യുക എന്ന ഒരു വലിയ വെല്ലുവിളിയാണ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയുടെ മുന്നിൽ ഇപ്പോഴുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.